പറഞ്ഞോ. ഒരു ഡൗട്ട്, അറിയത്തില്ല കറക്റ്റ് ചോദ്യമാണോന്ന്. നമ്മളിപ്പോ ഓണർ ഒക്യുപ്പൈഡ് ഒരു ഹോം ഉണ്ട്, പിന്നെ 2 ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് ഓർത്ത്. വേറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവര് ഓണർ ഒക്യുപ്പൈഡ് ഡിസ്പോസ് എന്നാ പറയണേ, മറ്റേ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് വേറെ പുതിയ ഹോം ഓണർ ഒക്യുപ്പൈഡ് ആക്കാൻ പോവുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞില്ലേ ഓണർ ഒക്യുപ്പൈഡിന് അഫക്റ്റഡ് അല്ലെന്ന്. അല്ല, ഇതാണ് അതിന്റെ സ്ലൈഡ് കണ്ട. ഈ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് വീട് ഉണ്ട്, ഓക്കെ, അത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങളൊരു വാല്യൂഷൻ എടുത്ത് വെക്കുക. എന്നാലും 1 ജൂലൈ 2027 മുതൽ മറ്റേ ഇത് തന്നെയാണ്, ഇൻഡെക്സേഷൻ തന്നെയാണ് വരാൻ പോണത്. അപ്പൊ അതുവരെ അത് കാര്യമില്ല. ബേസിക്കലി ഐ ഡോണ്ട് തിങ്ക്, അല്ലേ ആന്റണി? വേറെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഇല്ലാത്തവർക്കാണ് ഓണർ ഒക്യുപ്പൈഡിന് അഫക്റ്റ് അല്ല എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ല, എല്ലാവർക്കും PPR. എപ്പോ നിങ്ങൾ PPR പോയാലും അത് വിൽക്കുകയാണെങ്കിൽ അതിന് ഒരു പൈസ പോലും CGT കൊടുക്കണ്ട. ആരുടെ പറഞ്ഞോ? കറക്റ്റ്, അതെ. ഓണർ ഒക്യുപ്പൈഡ് വിൽക്കുന്ന കാര്യമാണെങ്കിൽ അതിനൊരിക്കലും അല്ല, വിറ്റിട്ട് നമ്മൾ വേറൊരു ഓണർ ഒക്യുപ്പൈഡ് പോകുമ്പോൾ അപ്പൊ ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇടൂലോ. വിൽക്കുന്നില്ല, സോറി, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇട്ടിട്ട് വേറെ ഓണർ, മനസ്സിലായോ? അതെ, അതായത് താമസിക്കുന്ന വീട് റെന്റിന് കൊടുത്തിട്ട് വേറെ ഒരു വീട്ടിലേക്ക് മാറുന്നു, അല്ലേ? ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വേറെ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ ഈ ഓണർ ഒക്യുപ്പൈഡിന് അഫക്റ്റഡ് ആണോ എന്ന് ചോദിച്ചേ. ഓണർ ഒക്യുപ്പൈഡിന് നമുക്ക് നൈറ്റ് ഹിയറിംഗ് കണ്ടിന്യൂസ് ആയിട്ട് അവൈൽ ചെയ്യാം. പക്ഷെങ്കിൽ ഡൗൺ ദ ലൈൻ ഇത് വിൽക്കുമ്പോൾ ഇൻഡെക്സേഷൻ മെത്തേഡ് തന്നെ വേണ്ടി വരും. വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് പ്രിയ, അതായത് നെഗറ്റീവ് ഗിയറിംഗ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് അതിന് മാറ്റമില്ല നിങ്ങളുടെ വീടില്ലേ, അതല്ലേ? ഫുൾ ക്ലെയിം ചെയ്യാം, നമുക്ക് അതിന് മാറ്റങ്ങളൊന്നും ഇല്ല, അല്ലെ? ഇപ്പോഴത്തെ നിലവിൽ നടക്കുന്ന പോലെ തന്നെ. അപ്പൊ അത് വിൽക്കാണ്ടിരിക്കാൻ നല്ലത്. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്ക് മാറ്റിയിട്ട് അത് മാറ്റുന്നത് നല്ലത്. കറക്റ്റ്. അപ്പൊ നെഗറ്റീവ് ഗിയറിംഗ് കിട്ടുമല്ലോ. അപ്പൊ വീട് നിങ്ങൾ PPR പോണ സമയത്ത് അഡ്വൈസ് അല്ല കേട്ടോ, എന്നാലും പോലും അത് വിൽക്കാണ്ടിരിക്കാനല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആക്കാൻ നല്ലത്. എന്നിട്ട് അതിപ്പോ അതിൽ ഫുൾ നെഗറ്റീവ് ഗിയറിംഗ് ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ല, ചില ആളുകാര് അങ്ങനെ അത് കീപ്പ് ചെയ്തോണ്ട് വേറെ ഒരെണ്ണം പണിയുന്നവരുണ്ടല്ലോ, അങ്ങനെയാണല്ലോ സെക്കൻഡ് ഹോം. അങ്ങനെയാണ്. But just a question, Anthony. I think new build and knock down and build, those kind of are not included, no? Like in this, new build is exempted, so you can you can continue with negative gearing for new builds. But knock down and build, that is not included. Knock down and build on the same place, same property. If you are replacing, so if there is a plot of land, there was an old house, you are demolishing it and putting a new house there, that is not a new build. 2 മണിയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് നമ്പർ കൂടണം. ബേസിക്കലി ഗവൺമെന്റ് വാണ്ട്സ് ടു ഇൻക്രീസ് ദ നമ്പർ. ഓക്കെ, ഒരെണ്ണം പൊളിച്ചിട്ട് ഒരെണ്ണം പണിയുമ്പോൾ അതിന് ബെനിഫിറ്റ് ഇല്ല, ശ്രീനാഥ്. There's no benefit. So basically, so if it is like subdivision or something, then the government wants to have new houses, like a lot of new houses in the market. So that is, and also like a granny flat also not allowed. Not allowed. Okay, thank you.